ഈ അടുത്തിടെയായിട്ട് ഒരു ചേട്ടത്തി എന്നോട് വന്നിട്ട് എന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അച്ഛാ, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിച്ച കൈവിഷം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കൈവിഷം ഇനി ഇറക്കാൻ എന്ത് ചെയ്യുന്ന? അതിന് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പാലോ ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ കൈവിഷം കൊടുക്കാനായിട്ടേ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൈവിഷം അങ്ങനെ പരിപാടിയൊന്നും ഇവിടെ ഇറക്കുന്ന പരിപാടിയൊന്നുമില്ല. കൈവിഷം നിങ്ങൾക്ക് വന്ന് പറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, കൈവിഷം വിശ്വസിച്ചും കൈവിഷം കഴിക്കാൻ വേണ്ടിയും അതിറക്കാൻ വേണ്ടി പോയ പാവങ്ങളെ ഓർത്തെല്ലാം പശ്ചാത്തപിച്ച് നല്ല കുമ്പസാരം സ്വീകരിക്കുക. അതുകൊണ്ട് കാര്യമുണ്ടോ? അത് അവിടെ തന്നെ കിടക്കൂലെന്ന് ചോദിച്ചു. ഞാൻ അവരോട് അവസാനം ഒരു കാര്യം ചോദിച്ചു, നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ട്. സത്യത്തിൽ വിശുദ്ധ കുർബാന ആരാ? അപ്പോൾ യേശുവാണ് നിൻ്റെ അധരത്തിൽ വരുന്നതെങ്കിൽ, ആ വിശുദ്ധ കുർബാന നിൻ്റെ ഉദരത്തിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ, ഇനി ഈ വിശുദ്ധ കുർബാനയെ മയക്കുന്ന കൈവശമാണ് അവിടെ കിടക്കുന്നത്, അതോ നിൻ്റെ ഹൃദയത്തിലേക്കും നിൻ്റെ ശരീരത്തിലേക്കും പ്രവേശിച്ച വിശുദ്ധ കുർബാന നിൻ്റെ ശരീരത്തെ മുഴുവനായിട്ട് വിശുദ്ധീകരിക്കുമോ? ഇനി ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന നീ മറ്റൊരു ക്രിസ്തുവാണ്. അതുകൊണ്ടല്ലേ ഈ സഭയിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ അന്ന് കുമ്പിടേണ്ട കാര്യമില്ല. നീ മറ്റൊരു ക്രിസ്തുവാണ്. സഭയുടെ വിശ്വാസം അനുസരിച്ച് കെംതായുടെ അന്ന് വരെ 40 ദിവസവും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കുമ്പിട്ട സഭ ഇതാ ക്രിസ്തുവിൻ്റെ ഉയർപ്പോടുകൂടി ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പിന്നെ 40 ദിവസം സഭ കുമ്പിടാറില്ല. അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഉദ്ധിതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മറ്റൊരു ക്രിസ്തുവായി തീർന്നിരിക്കുന്ന നിനക്ക് ഇനി കൈവശത്തെ പേടിയാണ്, കൈവശമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്ന് നീ പറഞ്ഞുകൊണ്ട് നടന്നാൽ നീ സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ വാലിഡിറ്റി അഥവാ ആ വിശുദ്ധ കുർബാന നിനക്ക് എന്ത് വിശ്വാസമുള്ളത്? അച്ഛൻ തരുന്ന ഒരു ഗോതമ്പ് കഷണം അല്ലെങ്കിൽ ഒരു ഗോതമ്പ് അപ്പം എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിൻ്റെ വിശ്വാസം വളർന്നിട്ടില്ല. അപ്പം നിൻ്റെ പ്രശ്നം ഇനി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന സത്യമായിട്ടും ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവാണ് എന്നിൽ വന്നതെന്നും ഞാൻ മറ്റൊരു ക്രിസ്തുവായി തീർന്നിരിക്കുന്നു എന്ന ബോധ്യം നിനക്കില്ലാത്തടത്തോളം കാലം നിന്നെ കൈവശത്തിൽ നിന്നും ഈ കണ്ണുനോട്ടത്തിൽ നിന്നും ഈ ഒന്നാം തീയതി നിന്നും ഈ ചങ്കരാന്തിയിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ ഭൂമിയിൽ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഇതാണ് അച്ഛൻ പറഞ്ഞത്. കുമ്പസാരത്തിന് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ നിനക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം എത്രമാത്രമുണ്ട്? വീടിൻ്റെ തിരിവ് തൊട്ട് വെച്ചിരിക്കുന്ന വാതിൽ തൊട്ട് കട്ടില തൊട്ട് പിന്നെ പോക്കുവരവ് തൊട്ട് അടുക്കള തൊട്ട് കിണർ തൊട്ട് നിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഇതാണെന്ന് പറഞ്ഞിട്ട് നീ എന്ത് കുമ്പസാരം നടത്താൻ പോകുന്നേ? നീ ക്രിസ്തുവിന് നിൻ്റെ രക്ഷിതാവായി നീ ഏറ്റു പറയുക. അടുക്കളയല്ല നിന്നെ രക്ഷപ്പെടുത്തുന്നത്, വാതിലല്ല നിന്നെ രക്ഷപ്പെടുത്തുന്നത്, പോക്കുവരവല്ല നിന്നെ രക്ഷപ്പെടുത്തുന്നത്, വഴിയിലുള്ള ആടോ തോടോ ഒന്നുമല്ല നിന്നെ രക്ഷപ്പെടുത്തുന്നത്. ഇന്നലെ റജിയച്ചൻ വളരെ മനോഹരമായി അബ്രഹാമിനെയും ലോത്തിനെക്കുറിച്ചും പഠിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ലോത്ത് ഭൂമി നോക്കിയപ്പോൾ നമ്മളെപ്പോലെയാണ് നോക്കിയത്. കിഴക്കോട്ട് ദർശനമുള്ള ഭൂമി, വടക്കോട്ട് വഴി, തെക്കൻ തണ്ണി അടിക്കാത്ത സ്ഥലം, നീരുറവ്, ഇതൊക്കെ നോക്കിയില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വീട് വെക്കാൻ നേരത്ത് എന്തായിരിക്കണം? തോട് ഇങ്ങോട്ടായിരിക്കണം, വഴി അങ്ങോട്ടായിരിക്കണം, വീട് ഇങ്ങോട്ടായിരിക്കണം, മറ്റേത് ചെരിഞ്ഞിരിക്കണം. ഇതില്ല. ലോത്തിൻ്റെ ആത്മാവ് കീറുന്നവനാണ് ഈ നോട്ടം നോക്കുന്നത്. അങ്ങനെ നോക്കിപ്പോയതാണ് ലോത്ത്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. ആ ഭൂമിയെക്കുറിച്ച് കണ്ടിട്ട് അവൻ പോയി അഭിപ്രായം എടുത്തു. സംഭവിച്ചത് എന്നാണെന്നറിയാമോ? അബ്രഹാമിന് മരുഭൂമിയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ദൈവത്തിനാണ്. അവൻ നീരൊഴുക്കിലോ ഭൂമിയുടെ ചെരുവിലല്ല നോക്കിയത്. അബ്രഹാം വളർന്നു, ലോത്തോ തളർന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ നോക്കിക്കേ, നമ്മുടെ നാളിലും പഞ്ചാംഗത്തിലും ഉണ്ടായ ദിവസത്തിലും അന്ധവിശ്വാസങ്ങളും നാളുനോട്ടത്തിലും ഇതിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നീ വിശ്വസിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നീ എത്ര കുമ്പസാരം നടത്തിയാലും ഈ ബലൂണിന് കാറ്റ് പോകുന്ന പോലെ നമ്മുടെ ആമാശയത്തിൽ നിന്ന് കുറേ കാറ്റ് പോയി എന്നല്ലാതെ ഒരു ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു പാർട്ടി ഒരിക്കൽ നല്ല കുമ്പസാരം ആഴമായിട്ട് നടത്തുക. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ കുമ്പസാരിക്കുന്നത്? ആശാരി പറഞ്ഞായിരുന്നു വീട് പണി നടക്കുന്നതിന് മുമ്പ് ഒരു കുമ്പസാരം നടത്തണമെന്ന്. അപ്പോൾ അവൻ എന്തിനാണ് കുമ്പസാരിക്കുന്നത്? ഇങ്ങനെ കൂദാശകളിൽ പോലും കള്ളത്തരം കാണിച്ച് അതിനകത്ത് അന്ധവിശ്വാസം കയറ്റി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്രിസ്ത്യാനിയാണോ, ഇതിനി മൊത്തം സഭയാണോ, മൊത്തം വിശ്വാസമാണോ എന്ന ആശയക്കുഴപ്പമൊക്കെ കിടക്കുന്നത്. നമുക്കൊരു വേർതിരിവ് തന്നിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിൻ്റെ ഹൃദയത്തിൽ സത്യമുണ്ടായിരിക്കണം. യോഹന്നാൻ 14:6 വഴി സത്യം ജീവൻ ഞാനാകുന്നു. അവന് കൃത്യമായ വെളിപാടുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ,
ജോസഫിനെ സംബന്ധിച്ച് നിഷ്കളങ്കനാണ്, കൂടെയുള്ളതിനെ അപമാനിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തൻ്റെ ഭാര്യയോർത്ത് വേദനിച്ച് കിടന്നപ്പോൾ ആ രാത്രിയിൽ അവന് ദർശനമുണ്ടായി. ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും കൃത്യവും വ്യക്തമായ ദർശനമാണ് ജോസഫിനുണ്ടായി. നിൻ്റെ മകനെക്കുറിച്ച്, നിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച്, നീ ഇനി എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിനെക്കുറിച്ച് അവന് വെളിപാടുണ്ടായി. ഇത് കുമ്പസാരവും കഴിഞ്ഞ് കൂദാശയിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുഞ്ഞുണ്ടായിട്ടും പല ഭർത്താക്കന്മാർക്ക് സംശയം, ഇത് എൻ്റെ തന്നെയാണോ എന്ന്. അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവില്ല, സംശയരോഗിയായിപ്പോയി അവൻ. അവൻ്റെ ഹൃദയത്തിൽ പാപമാണ് കിടക്കുന്നത്. ആ പാപമാണ് അവനെ ഇപ്പോൾ ആവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റുള്ളവരെ കാണാൻ നേരത്തും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നേ. അതോടെ തീർന്നോ? ഇല്ല. ഇവൻ രാത്രി കിടക്കാൻ നേരത്ത്, പാപമുള്ളവൻ രാത്രി കിടക്കാൻ നേരത്ത് ദൈവത്തെയാണോ സ്വപ്നം കാണുന്നത്? അല്ല, പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ ആരാണ്ട് കഴുത്തേ കുത്തിപ്പിടിക്കുന്നുണ്ട്, എനിക്ക് രാത്രി ഉറക്കമില്ല, ചെവിയിലൂടെ ആരാണ്ട് കൂവുന്നുണ്ട്, പിന്നെ രാത്രി ആരാണ്ട് നടക്കുന്ന പോലത്തെ ഒച്ച കേൾക്കുന്നുണ്ട്, പിന്നെ ശരീരത്തിന് മൊത്തത്തിൽ ആരാണ്ട് പിടിക്കുന്ന പോലെയുണ്ട്, കട്ടിലേന്ന് നിന്ന് പിടിച്ച് താഴെ ഇടുകയാണ്, വാതിൽ ചവിട്ടി പൊളിക്കുകയാണ്, ശവക്കുഴി കാണുന്നു, മറ്റേത് കാണുന്നു, മറിച്ച് കാണുന്നു. ജോസഫ് കണ്ടത് തൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള ഫ്യൂച്ചർ, ഭാവി കണ്ടു. നമ്മൾ കാണുന്നത് ഭാര്യയും മക്കളും കൂടി നമ്മളെ കെട്ടിത്താഴ്ത്തി കിണറ്റിക്കൊണ്ടിടാൻ പോകുന്ന കാര്യം. ഇതാണ് നമ്മുടെയും ജോസഫിൻ്റെ വെളിപാടിൻ്റെ വ്യത്യാസം. കാര്യം രണ്ടുപേരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ വെളിപാട് രണ്ടും രണ്ട് രീതിയിലായിപ്പോയി. എന്താണ് സംഭവിക്കാൻ കാരണം? ഹൃദയത്തിൽ പാപം കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിന് നിങ്ങൾ കുമ്പസാരിക്കാൻ നേരത്ത് 1-ാം കൽപ്പനയുടെ ലംഘനങ്ങൾ, ഈ അന്യദേവ ആരാധനകളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുടുംബം ഒന്നിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവ് ഒന്നിച്ചാണ് അല്ലെങ്കിൽ വ്യത്യസ്തമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാം ഡീറ്റെയിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞ് ഉപേക്ഷിക്കണം. നെഹമ്യായുടെ പുസ്തകം 9-ാം അധ്യായം ഒന്ന് വായിച്ച് ധ്യാനിക്കാം. നെഹമ്യ 9-ാം അധ്യായം 1-ാമത്തെ വചനം വായിച്ചു. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കെടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. അപ്പം മാതാപിതാക്കന്മാർ, നമ്മൾ വന്നിരിക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെയും അമ്മയുടെയും ആണ് നമ്മൾ. അപ്പം നമ്മൾ പാപം ഏറ്റു പറയാൻ നേരത്ത് പലപ്പോഴും ചോദിക്കും, യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തോടു കൂടി പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളെല്ലാം മോചിച്ചു കഴിഞ്ഞു, ഇനി നമ്മളത് ഏറ്റു പറയേണ്ട കാര്യമുണ്ടോ, കുമ്പസാരത്തിന് അർത്ഥമുണ്ടോ എന്ന പല സംശയങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് കുമ്പസാരം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, യേശുവിൻ്റെ പാപമോചനം, രക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട്, വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണമുണ്ട്. പാപം ചെയ്തത് ക്രിസ്തുവാണോ ആദമാണോ? വംശാവലിയുടെ കണക്ക് പറയുമ്പോൾ ആദമിൽ നിന്ന് ആരംഭിച്ച വംശാവലിയുടെ കണക്കാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നത്. ആദമിൽ നിന്ന് ഇത്ര തലമുറ, ഇത്ര തലമുറ, ഇത്ര തലമുറ പറയുന്നുണ്ട്. ഇനി നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ പഠനത്തിൽ ആദ്യ ആദമും രണ്ടാമത്തെ ആദമും എന്നൊരു കമ്പാരിസൺ പറയുന്നുണ്ട്. ആദ്യ ആദം പാപം ചെയ്തു, രണ്ടാമത്തെ ആദം അത് പരിഹരിച്ചു. എങ്ങനെയാണ് പാപം പരിഹരിച്ചത്? ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ധ്യാനിക്കണം. യേശുക്രിസ്തു എങ്ങനെയാണ് ആദമിൻ്റെ പാപം മോചിപ്പിച്ചത്? മനുഷ്യൻ പാപം ചെയ്ത് പിശാചിൻ്റെ അടിമയിലായി. ആ അടിമയിലായവൻ എന്ന് വെച്ചാൽ തിന്മ ചെയ്തിട്ടാണ് അവൻ അടിമത്തത്തിലേക്ക് പോയത്. ക്രിസ്തുവോ നന്മ ചെയ്തുകൊണ്ട് തിന്മയുടെ ശിക്ഷ ഏറ്റുവാങ്ങി. നോക്കുക, തിന്മ ചെയ്തവന്, ആദം പാപം ചെയ്തു, അവന് പിന്നെ പരിഹാരം ചെയ്യാൻ പറ്റാതെ വന്നു, കാരണം അവനിൽ പാപത്തിൻ്റെ സ്വാധീനം വന്നു. എന്നാൽ ക്രിസ്തു പാപം ചെയ്തില്ല. ക്രിസ്തു പാപം ചെയ്യാതെ വന്നപ്പോൾ എന്തു പറ്റി? അവന് പാപത്തിൻ്റെ അടി അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടു. പാപമൊഴികെ പാപത്തിൻ്റെ എല്ലാ മേഖലകളുടെയും സ്വാധീനം യേശുവിനുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ശിക്ഷയും അവൻ ഏറ്റെടുത്തു. ആ ഏറ്റെടുപ്പിലൂടെയാണ് സത്യത്തിൽ ആർക്ക് മോചനം ലഭിച്ചത്? ആദമിന് മോചനം ലഭിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ മോചിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? സാധിക്കും. എങ്ങനെ സാധിക്കാൻ പറ്റും? നാം മറ്റൊരു ക്രിസ്തുവായി തീരണം. ഇതാണ് ക്രിസ്ത്യാനിയുടെ വിളി. ഞാൻ മറ്റൊരു ക്രിസ്തുവായി തീരുക എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ കൽപ്പനകൾ
അക്ഷരം പ്രതി അനുസരിച്ച് ദൈവകൃപയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിനെ പോലുള്ള പീഡനങ്ങളും ക്രിസ്തുവിനെ പോലുള്ള ഉത്ഥാനവും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇതാണൊരു ക്രിസ്ത്യാനി. അപ്പോൾ ഒരു വ്യക്തി അവന് കിട്ടിയിരിക്കുന്ന ദൈവവിളി അനുസരിച്ച് ഒരു ക്രിസ്ത്യാനിയായി അവൻ ജീവിച്ചാൽ ആ ജീവിതത്തിലൂടെ അവൻ്റെ തലമുറയെ മോചിപ്പിക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ രക്ഷാകര ചരിത്രം. ഉൽപ്പത്തിയുടെ ചരിത്രം തൊട്ട് ക്രിസ്തു ഇങ്ങനെ ഓരോ തലമുറയിലും പിതാവാം ദൈവം നോക്കുക. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇങ്ങനെ ഓരോരുത്തർ വേർതിരിച്ച് ഇങ്ങനെ അരിച്ചെടുത്ത് ഇങ്ങനെ വിശുദ്ധിയിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഇപ്പോൾ ഈ ധ്യാനം കൂടുന്ന നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കാര്യങ്ങൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, ആ കുമ്പസാരത്തെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ, അതിനെ ഓർത്ത് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ തലമുറയിൽ ആ പാപം ആവർത്തിക്കില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം, യേശുപാറാസിറ 3-ാം അധ്യായത്തിൽ പറഞ്ഞു, കുടുംബശാപ ബന്ധങ്ങൾ എങ്ങനെയാണ് നീങ്ങിപ്പോകുന്നത്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് വഴിയാണ് പാരമ്പര്യ രോഗങ്ങളും പാരമ്പര്യ സ്വഭാവങ്ങളും നമ്മുടെ മക്കൾക്കോ നമ്മുടെ തലമുറകൾക്കോ ഇല്ലാതാകുന്നത്. അല്ലാതെ വീട് മാറി താമസിച്ചുകൊണ്ടോ, നാട് വിട്ടു പോയതുകൊണ്ടോ, വീട്ടുപേര് മാറിയതുകൊണ്ടോ, സഭ മാറിയതുകൊണ്ടോ, വെള്ളത്തിൽ വീണ്ടും മുങ്ങിയതുകൊണ്ടോ, സാരി മാറ്റിയതുകൊണ്ടോ, ബ്ലൗസ് മാറ്റിയതുകൊണ്ടോ, കളറ് മാറ്റിയതുകൊണ്ടോ, മീശ പഠിച്ചതുകൊണ്ടോ ഒന്നും പാരമ്പര്യങ്ങൾ വിട്ടുപോകത്തില്ല. പാരമ്പര്യങ്ങൾ വിട്ടുപോകണമെങ്കിൽ മറ്റൊരു ക്രിസ്തുവായി നീ ഈ ഭൂമി ജീവിക്കണം. യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നിനക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൻ അമ്മമാർ ചെയ്തത് പാപത്തിൻ്റെ അനന്തരഫലമാണെങ്കിൽ നീ വിശുദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സഹനങ്ങൾ ഇതാ കർത്താവിന് സമർപ്പിച്ച് കഴിയുമ്പോൾ നിൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. അപ്പം നമ്മളിവിടെ വായിച്ചത് 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. സ്നേഹമുള്ളവർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു അനുഭവമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിശേഷം വീട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. എനിക്ക് 7 മക്കളാണ്, എൻ്റെ അപ്പൻ 5 മക്കളാണ്, എൻ്റെ വലിയപ്പനും 10 മക്കളാണ്. അതുപോലെ അപ്പച്ചൻ്റെ പെങ്ങന്മാർക്കും 4-5 മക്കളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ കുടുംബത്തിൽ ഒരു വിശേഷം നടന്നാൽ മിനിമം ഒരു 100 കുടുംബം ഞങ്ങളുടെ കുടുംബം മാത്രമായിരിക്കും, ബാക്കി പുറമേ നിന്ന് വിളിച്ചാൽ മതി. മാത്രമല്ല ഇത്രയും കുടുംബങ്ങളുള്ളതുകൊണ്ട് മാമോദീസ, കല്യാണം, മരണം ഇതൊക്കെ മാസത്തിൽ 1-2 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകത, എല്ലാ ആവശ്യങ്ങൾക്ക് എല്ലാവരെയും പോയി വിളിക്കും, അവരെല്ലാം വരും. പക്ഷേ ഈ കുടുംബത്തിൽ കല്യാണം നടക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരു മാമോദീസ നടക്കാൻ നേരത്ത്, ഒരു 40 നടക്കാൻ നേരത്ത് ചങ്കിനകത്ത് ഇടി തുടങ്ങുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഈ 40 കല്യാണമോ നടത്തി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ കിടന്ന് അടിയും ബഹളവും ഉറപ്പായിരിക്കും. ഒന്നുകിൽ സവാള തികയാത്തതിന്, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് ബാക്കി വെച്ചതിന്, ഇല്ലെങ്കിൽ 40 കഴിഞ്ഞ് പോകാൻ നേരത്ത് പെണ്ണുങ്ങൾക്ക് പാച്ചോറ് കൊടുത്തു വിടാത്തതിന്, അതല്ലെങ്കിൽ ഇറച്ചി മറ്റോക്ക് കൊടുത്ത് എൻ്റെ കൊച്ചിന് കൊടുത്തില്ല. ഒന്നാമത് അംഗസംഖ്യയും കൂടുതലുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഈ കണക്ക് പറഞ്ഞ് അവസാനം മരിച്ചവൻ്റെ ശവാടകിനേക്കാൾ ഗതികേടായിരിക്കും 40 നടത്തിയ വീട്ടിലെ സ്ഥിതി. ഇത് കല്യാണം മാത്രമല്ല, എല്ലാ കേസിട്ടൊക്കെ തന്നെ. അതുകൊണ്ട് എൻ്റെ അമ്മ എന്തെങ്കിലും ഒരു വിശേഷം നടക്കണ്ടെന്ന് പറയുമ്പോഴേക്കേ പ്രാർത്ഥന തുടങ്ങും. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ നവീകരണത്തിലേക്ക് വരുന്നത്. ധ്യാനമൊക്കെ കൂടി. അപ്പോൾ ഞാൻ എൻ്റെ ധ്യാനഗുരുവിനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം നടക്കാൻ നേരത്ത് പ്രശ്നം കാണുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യം, നല്ല കുമ്പസാരം നിങ്ങൾ വീട്ടുകാർ പോയി നടത്തണം. അങ്ങനെ ഞാൻ, അപ്പച്ചൻ, അമ്മ ഞങ്ങളൊക്കെ ഒരു വിശേഷം ഒക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കറിയാവുന്ന കേസിട്ട് അയൽവാസികളായിട്ടുള്ള ബന്ധങ്ങൾ, സ്വന്തക്കാർ, ബന്ധുക്കാർ തമ്മിലുള്ള മുറിവ്, കോഴിക്കറി കൊടുക്കാത്തതിന് പിണങ്ങിപ്പോയ നാത്തൂനോടുള്ള പിണക്കം, ഇതൊക്കെ കുമ്പസാരത്തിൽ പറയുകയും ആ കുടുംബങ്ങളായിട്ടൊക്കെ രമ്യതപ്പെടുകയും ചെയ്തു. എന്നിട്ട് എന്തു ചെയ്യും, എല്ലാവരും പോയി വിശുദ്ധ കുർബാന അനുഭവിക്കും. എല്ലാവരും പോയി പള്ളിയിൽ 2-3 ആഴ്ച അടുപ്പിച്ച് ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് കുർബാന അനുഭവിച്ച് പ്രാർത്ഥിച്ചു. അപ്പം മറ്റൊരു സംഭവം എന്നാന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഈ ഈ കുടുംബത്തിൽ വിശേഷം കൂടുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ട് കലഹം മാത്രമല്ല, കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും അത്യാഹിതം സംഭവിക്കും. ഒന്നുകിൽ പറയുന്നത്
കന്നുകാലികൾ ചത്തുപോയി, അതല്ലെങ്കിൽ വാഹനം ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റിൽ പെട്ടു, അല്ലെങ്കിൽ ഇന്നയാളുടെ മകൻ ആത്മഹത്യ ചെയ്തു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വിവാഹം വീട്ടിൽ നടക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും ആ സെയിം ഡേറ്റിന് മരിച്ച് ബോഡി ചിലപ്പം മോർച്ചറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ അടിയും കലഹമൊക്കെ പറഞ്ഞാൽ തീരുമെങ്കിലും മരണം പോലെയുള്ള അത്യാഹിതങ്ങൾ നമുക്ക് പേടിയാണ്. അല്ലെങ്കിൽ നേരത്തെ പറയും മാമോദീസ അടക്കാൻ വേണ്ടി പോവുകയാണെന്ന് സൂക്ഷിച്ചോ, ആരുടെയെങ്കിലും കയ്യോ കാലോ ഒടിക്കുന്നു, നേരത്തെ ആരെങ്കിലും പ്രവചനം പോലെ പറയും, അതുപോലെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അപകടങ്ങളും അത്യാഹിതങ്ങളും ഭയന്നാണ് ഞങ്ങൾ ഓരോ കുടുംബ കൂട്ടായ്മകൾ ആചരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ കുടുംബം മാതാപിതാക്കൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഇത്തരത്തിലുള്ള അനർത്ഥങ്ങൾ കുടുംബത്തിൽ നിന്ന് പോയെന്ന് മാത്രമല്ല, സഹോദരങ്ങളെ, കൂടുമ്പോൾ ഇമ്പമുള്ള കൂട്ടായ്മകളായി കുടുംബങ്ങൾ ഉയരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും നല്ല കുമ്പസാരം നടത്തണം. ഒരാൾ മാത്രം കുമ്പസാരിച്ചാൽ മാത്രം പോരാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഭർത്താവ് കുളിച്ചിട്ടാണ് കിടക്കുന്നത്. എല്ലാ ദിവസവും ഭർത്താവ് എന്ത് ചെയ്യും? കുളിച്ച് പൗഡറൊക്കെ ഇട്ടാണ് കിടക്കുന്നത്. ഭാര്യ പറയുന്നത്, ഞാൻ എന്നും നിങ്ങളെപ്പോലെ പുറത്തു പോകുന്നില്ല, അതുപോലെ മേല് ശരീരമൊന്നും വേർക്കുന്നൊന്നുമില്ല, ഞാൻ ഒരു കുഴപ്പമില്ല, ഞാൻ അടുക്കളയിൽ മാത്രമാണ്, നിങ്ങൾക്കറിയാമല്ലോ, മുഖമൊക്കെ കഴുകി കൈയും കാലും കഴുകി എന്ത് ചെയ്യുന്നു? അവിടെ വന്നു ഒന്നിച്ചാണ് കിടക്കുന്നത്. ഭർത്താവ് എല്ലാ ദിവസവും കുളിക്കുന്നു, ഭാര്യ മാസത്തിലൊരിക്കലും ഒന്നാണ് കുളിക്കുന്നത്. എന്താ സഹോദരങ്ങളെ സംഭവിക്കുക? നമ്മൾ എത്ര കാലം ഈ നാറ്റക്കേസ് കിട്ട് സഹിക്കും? നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഭർത്താവ് എന്നും പള്ളിയിൽ കുമ്പസാരവും വഴിപാടും പ്രാർത്ഥനയും ഒക്കെയാണ്. ഭാര്യയാകട്ടെ എന്നും സീരിയലിൻ്റെ മുമ്പിലിരുന്ന് വായും പൊളിച്ച് കോട്ടുവായിട്ടുകൊണ്ട് കിടക്കും. ഇത് ഈ നാറ്റക്കേസ് കിട്ട് ചുമക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതുകൊണ്ടാണ് ദമ്പതി ധ്യാനത്തിൽ നിങ്ങളോട് പറയുന്നത്, കുളിക്കുകയാണെങ്കിൽ ഒന്നിച്ച് കുളിക്കണം, ഇല്ലെങ്കിൽ രണ്ടും നാറ്റക്കേസായിട്ട് കിടക്കട്ടെ. പലപ്പോഴും പലരുടെയും ഒരു ചിന്ത ഇങ്ങനെയാണ്, എല്ലാ ദിവസവും പോയി ഇങ്ങനെ കുമ്പസാരിച്ചിട്ട് ഇതെല്ലാം അച്ഛനോട് പറഞ്ഞിട്ട് എന്തിനിപ്പോൾ അതിൻ്റെ ആവശ്യം? ഞാൻ ഇന്നലെ ഇവിടെ തെറി പറഞ്ഞു, ഇവരുടെ കയ്യിലിരിപ്പ് മാറാൻ പോകുന്നില്ല, ഞാൻ ഇന്നും തെറി പറയും, നാളെ ഇവരുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല, അതുകൊണ്ട് എനിക്ക് നാളെയും തെറി പറയാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇനി പോയി കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ? മൊത്തത്തിൽ നമുക്ക് 365 ദിവസം പെസഹായുടെ അന്ന് അച്ഛനോട് പോയി പറയാം, അച്ഛൻ 365 പ്രാവശ്യം ഭാര്യയെ തെറി പറഞ്ഞിട്ടുണ്ട് അവളുടെ ഇന്ന സ്വഭാവത്തിന്. അപ്പോൾ പിന്നെ ഓർക്കാനും സുഖമാണ്, കണക്ക് പറയാനും സുഖമാണ്. ഇതൊക്കെ നമ്മുടെ കുമ്പസാരം കിടക്കുന്നത്. നമ്മളെന്തിനാ സഹോദരങ്ങളെ കുളിക്കുന്നത്? ചെളി പോകാൻ വേണ്ടി മാത്രമാണോ? അല്ല, ഫ്രഷാകാൻ വേണ്ടിയിട്ടാണ്, ഒരു പുതുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ മാസത്തിൽ ഒരു 2 കുമ്പസാരമോ അല്ലെങ്കിൽ 40 ദിവസത്തിന് കൂടുമ്പോൾ ഒന്നോ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളൊന്ന് കുമ്പസാരിച്ച് നോക്ക്. നിങ്ങളെന്നും ഫ്രഷായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്ന് മണവറയിലേക്ക് ആദ്യമായി പ്രവേശിച്ച ആ ഒരു ഫ്രഷ് ഉണ്ടല്ലോ, ആ ഒരു ഊഷ്മളത, ആ സ്നേഹം, ആ വിശുദ്ധി, അതെന്നും കാത്തു സൂക്ഷിക്കാൻ എന്നും വൃത്തിയായിട്ട് നല്ല കുമ്പസാരം നടത്താൻ വേണ്ടി കുളിക്കുക. ഇതാ കുളിയാണ് ഈ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഈ മുഖവും വാടിയ മുഖവും തളർന്ന ചിന്തയും ഇതൊക്കെ നിങ്ങളുടെ മാറും. കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരും. ഇന്ന് കുടുംബജീവിതം പരാജയപ്പെടുന്നത് ഏറ്റുപറച്ചിലുണ്ട്, പക്ഷേ അത് പരസ്പരമാണെന്ന് മാത്രം. ഭാര്യമാർ കർത്താവിനോടല്ല ഏറ്റുപറയുന്നത്, പകരം ഭർത്താവിനോടാണ്. ഈ പരാതി കുഴി തീർന്നാലും തീരത്തില്ല സഹോദരൻ, കുഴി ചെന്നാലും തീരത്തില്ല. ഈ പറച്ചിൽ ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. ഭർത്താക്കന്മാരും ഉണ്ട്, അവർ ഭാര്യമാരോട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല സഹോദരങ്ങളെ, നീ കർത്താവിനോടാണ് ഏറ്റു പറയുന്നതെങ്കിൽ നിൻ്റെ ഭാര്യ മാറിയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജോസഫിന് ഭാര്യയുടെ വെളിപാട് മനസ്സിലായി, ദർശനത്തിലൂടെ ഉൾക്കാഴ്ച ലഭിച്ചതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന പങ്കാളിക്ക് തൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് പെട്ടെന്ന് മനസ്സിലാകും. അതനുസരിച്ച് ആ കുറവ് പറഞ്ഞു കൊടുക്കാനും പരിഹരിക്കാനും ഈസിയായിട്ട് സാധിക്കും. അപ്പോൾ അത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദമ്പതിമാരുടെ കുമ്പസാരം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലോ 6 വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ അവധിക്കോ ലീവിനോ ആക്കരുത്. പകരം നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും സമയം അച്ഛന്മാരെടുക്ക് പോയി ആഴത്തിൽ കുമ്പസാരിക്കുക. കുമ്പസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുമ്പസാരിക്കരുത്. ഒരിക്കലും. എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വിവാഹം എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് അല്ല, ഇതൊരു സാക്രമെൻ്റാണ്. എങ്ങനെയാണ് കുടുംബജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 13 തൊട്ട് വായിച്ചു.
ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവുണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യ വിശ്വാസിയാണ്, ആഴത്തിൽ കുമ്പസാരിക്കുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. നിന്റെ ഭർത്താവ് പാപത്തിൽ കിടക്കുന്ന, മ്ലേച്ഛതയിൽ കിടക്കുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. ഇതാ കർത്താവ് പറയുകയാണ്, വായിച്ചേ. അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത്. പിന്നെ എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിനാണ് സഹോദരങ്ങളുടെ കുടുംബജീവിതം കർത്താവ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും അടിക്കടിക്ക് കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നാൽ മറ്റേയാളത് താങ്ങും. ഒരാൾക്കൊരു പാപത്തിൽ അല്പം വരുന്നു, ഒരു ദേഷ്യം വന്നു, ഒരു സങ്കടം വന്നു, ഒരു വെറുപ്പ് വന്നു, വചനം വായിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരികയാണ്, പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടുവായിട്ട് പോവുകയാണ്, ക്ഷീണമാണ്, തളർച്ചയാണ്. എന്നാൽ മറ്റേ വ്യക്തിക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? താങ്ങാൻ പറ്റും. ഒരാൾ വീണാലും മറ്റൊരാൾക്ക് താങ്ങാൻ പറ്റുന്നതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 2 പേര് ആണ് ഒരാളേക്കാൾ മെച്ചം. ഒരാൾ വീണാൽ മറ്റേയാൾക്ക് താങ്ങാൻ പറ്റും. മുപ്പിരിച്ചരട് ഒരിക്കലും പൊട്ടിക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവിശ്വാസിയാണ് നിൻ്റെ ഭർത്താവെങ്കിൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നിൻ്റെ വിശ്വാസം വഴി ഹൃദയത്തിൽ കർത്താവിനെ വിശ്വസിച്ച് ആഴത്തിലുള്ള കുമ്പസാരം നീ നിൻ്റെ ഭർത്താവിന് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ നടത്തിയാൽ, ദൈവത്തോടും മനുഷ്യനോടും നിൻ്റെ ജീവിത പങ്കാളിയുടെ കുറ്റം പറയാതെ നീ ആഴത്തിൽ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് നീ പാപത്തെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല അവരെ. ഇപ്പം ഒരിക്കൽ ഒരു വ്യക്തി ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഈ വ്യക്തിയെ, ഈ കുടിയനായ വ്യക്തിയെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നേ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാൾ മരിക്കാനോ അയാൾ കുടിമാറാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പകരം അയാൾ കുടിച്ചു വരുമ്പോൾ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് തരണമേ. അയാൾ തെറി പറയുമ്പോൾ ശാന്തമായിരിക്കാനുള്ളൊരു മനസ്സ് തരണമേ. എനിക്ക് കുമ്പസാരിക്കാൻ നേരത്തെ ഇതൊക്കെ പറയാനുള്ളൂ. സ്നേഹിക്കാൻ പറ്റിയില്ല, കരുതാൻ പറ്റിയില്ല. ഈ മേഖലയിൽ നീ വിശുദ്ധീകരിക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുമ്പോൾ നീ തിരിച്ചറിയുക, അവിശ്വാസിയായ നിൻ്റെ ഭർത്താവ് വിശ്വാസിയായി തീരും. ഇതാണ് കുമ്പസാരം എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഭാര്യമാർ നന്നായി കുമ്പസാരിക്കുന്നുണ്ടോ? ഭർത്താക്കന്മാർ നന്നായി കുമ്പസാരിക്കുന്നുണ്ടോ? ഇപ്പം എന്നാ കുമ്പസാരിക്കാൻ വേണ്ടി പോകുന്നത്? ഇതിപ്പോൾ ഡൈവേഴ്സ് ആവുമെന്ന് തോന്നണേ അച്ഛാ. അതിനെയും കൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛനറിയാവില്ല ഞങ്ങളുടെ കുടുംബം എവിടെ നിന്നാണ് വന്നതെന്ന്. പക്ഷേ ഈ സാധനം ഇത് മൊത്തം കൽപ്പന ലംഘിച്ച് എടുക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛനൊന്ന് സംസാരിച്ച് നോക്ക്. ഇങ്ങനെ കുറ്റം പറിച്ചിട്ടല്ലാതെ എവിടെ സഹോദരങ്ങളെ നമ്മുടെ ഈ കൂതാശയുടെ ടോളറൻസ് ഉള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. ഇതൊരു വലിയ രഹസ്യമാണ് കേട്ടോ. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ രഹസ്യം. ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധരായി കുമ്പസാരം നടത്തിയാൽ അവരുടെ മക്കൾ വിശുദ്ധരാകും. ഞാൻ തന്നെ ഒരിക്കലൊരു വ്യക്തിയോട് ചോദിച്ച ചോദ്യമാണ്, ഈ ഭാര്യ ഭയങ്കര ആഘോഷപരമായ ലൈഫാണ്. ശമ്പളം കിട്ടിയാൽ അതിന് എത്രയാണെന്ന് വരവും നോക്കില്ല, ചിലവും നോക്കില്ല. ജിമിക്ക് കമ്മൽ ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വേണം, കോഴിക്കാൽ ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വേണം. എല്ലാം പറഞ്ഞ സമയത്ത് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏറ് കുത്ത് ഇത്യാദി എല്ലാം കൂടി അടി ബഹളാണെന്ന് ആ വീട്ടിൽ. അപ്പോൾ എനിക്ക് ഭാര്യയെ അറിയാം, ഭർത്താവിനെ എനിക്കറിയാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, മത്തം നട്ടാൽ പിന്നെ കുമ്പളം ഉണ്ടാവുമോ? ഇല്ല. മക്കളും പിന്നെ എന്ത് സ്വഭാവമേ കാണിക്കുള്ളൂ? ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ദമ്പതികളുടെ മകനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനുമായിട്ട് കുറച്ച് ദിവസം ഒന്നിച്ച് താമസിക്കാണ്ടൊരിടയായി. ഞാൻ നോക്കിയപ്പോൾ സഹോദരങ്ങളെ, ഈ അമ്മയുടെ ഒരു സ്വഭാവം പോലും അതിനില്ല. അമ്മയ്ക്കെല്ലാം പരാതിയാണ്, ഇവനൊരു പരാതിയില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇനി ഇവൻ വല്ല ഡിപ്രഷനായിപ്പോയോ ഈ ചെറുക്കൻ. ഇങ്ങനെ അവൻ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, വളരെ മാന്യനും പക്വമായിട്ടിരിക്കുന്നു. കാര്യങ്ങളിങ്ങനെ ഗ്രഹിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത്തരത്തിലുള്ള ഒരു അമ്മയാണെങ്കിലും ഈ അപ്പൻ ഈ അമ്മയെ, യൂദാസ് യേശുവിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഒരിക്കൽ പോലും കർത്താവ് യൂദാസിനെ കുറ്റപ്പെടുത്താതെ യേശു യൂദാസിനെ കൂട്ടി നടത്തിയതുപോലെ തന്നെ ഈ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച് യേശു പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് തന്ന ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഈ അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചത്? വൈകല്യമില്ലാത്ത വിശുദ്ധനായ ഒരു കുഞ്ഞിനെ ആ കുടുംബത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തു. ഈ വചനമാണ് അവിടെ പൂർത്തീകരിച്ചത്.
അവിശ്വാസിയായ ജീവിത പങ്കാളിയാണ് നിനക്കുള്ളതെങ്കിൽ നീ വിശ്വാസിയായാൽ മതി. നീ വിശുദ്ധ ജീവിതം നയിക്ക്, നല്ല കുമ്പസാരം നടത്ത്, പുണ്യം ജീവിതത്തിൽ നീ നയിക്ക്. നിൻ്റെ മക്കളും നിൻ്റെ ജീവിത പങ്കാളിയും എന്തായിത്തീരും? ഇപ്പം നമ്മൾ ഇന്നത്തെ കുമ്പസാരം നമ്മളിങ്ങനെയാണ് ധ്യാനിക്കാൻ പോകുന്നത്. എൻ്റെ ജീവിത പങ്കാളി വന്നിട്ട് എൻ്റെ ജീവിത പങ്കാളിയോട് എനിക്ക് കാണിക്കാൻ സാധിക്കാതെ പോയ മര്യാദകൾ. ഇപ്പം മറ്റേ നമ്മൾ നേരെ തിരിച്ചാണ്. ഞാൻ അവളുടെ വീട്ടിലേക്ക് അവളുടെ അപ്പം മരിച്ചപ്പോൾ ചെന്നപ്പോൾ അവളുടെ നാത്തൂൻ മിണ്ടിയില്ല, അതുകൊണ്ട് എനിക്ക് വെറുപ്പായി അച്ചോ എന്ന് പറയുന്ന കുമ്പസാരം നമ്മൾ നിർത്തുക. എന്നിട്ട് അവളുടെ അപ്പം മരിച്ചപ്പോൾ എനിക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിച്ചില്ല, നേരത്തെ ചെല്ലാമായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു, എനിക്ക് എന്തെല്ലാം പുണ്യം ചെയ്യാമായിരുന്നു. ചെയ്ത നന്മകളുടെ വീമ്പത്തരം പറഞ്ഞുകൊണ്ട് നടക്കാതെ, ചെയ്തതും കിട്ടിയതിൻ്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് നടക്കാതെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാമായിരുന്ന നന്മകൾ എന്തെല്ലാമാണ്? ഇതാണ് ഇന്നത്തെ കുമ്പസാരത്തിൽ നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കയ്യിൽ ഈ ജീവിത പങ്കാളിയെ കിട്ടി, ഇത്രയും വർഷമായി. എൻ്റെ ജീവിത പങ്കാളിക്ക് എനിക്ക് ചെയ്തു കൊടുക്കാവുന്ന നന്മകൾ എന്തെല്ലാമായിരുന്നു? അത് ഞാൻ എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരസ്യമായി അപമാനിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തോ ചെയ്യാതിരുന്നോ? നീതിബോധത്തിൽ എൻ്റെ ഭാര്യ എന്നിലേക്ക് ഒന്ന് ഉയർത്താമായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയും ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും അവരുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് താഴോട്ട് പോയോ, അതോ മാന്യനെന്നും നല്ലവനെന്നും ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന് പറയുന്ന ഗ്രേഡിലേക്ക് എൻ്റെ ഭാര്യയെ ഉയർത്തിയോ? എനിക്ക് ചെയ്യാമായിരുന്ന എന്തെല്ലാം നന്മകളുണ്ടായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക്? ഇതാണ് നമ്മുടെ ഇന്നത്തെ കുമ്പസാരത്തിൻ്റെ പ്രധാനപ്പെട്ട ധ്യാനം.